MMESന്റെ കേന്ദ്ര പരീക്ഷയിൽ നമ്മുടെ ഇവിടെ നിന്ന് പങ്കെടുത്ത ആളുകളുണ്ട്. അവർക്ക് സർട്ടിഫിക്കറ്റ്സ് എത്തിയിട്ടുണ്ട്. അതിപ്പോൾ വിതരണം ചെയ്യുന്നതാണ്. Mrs. Annama Zakaria, she is receiving the certificate. Give a big round of applause, please. Next, Mrs. Shaini Biji, she is receiving the certificate. Give a big round of applause, please. And Mrs. Mini Achanguny, she is receiving the certificate. Give a big round of applause. Congratulations, all the winners, please. വാർഷിക റിപ്പോർട്ട് 2025-26. യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. റൂത്ത് 4:14. സർവശക്തനായ ദൈവത്തിന് സ്തുതി. ആദരണീയനായ വികാരി റവറൻ ഫാദർ പിയോ മത്തായച്ചൻ, ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, പ്രിയപ്പെട്ട വിശ്വാസികളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസനത്തിലെ സലാല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് പള്ളിയിലെ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ 2025-26 വർഷത്തിലെ വാർഷിക റിപ്പോർട്ട്. ദൈവത്തിൻ്റെ അനന്തമായ കരുണയാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ സമാജത്തിന് അഭിമാനകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. അതിന് ദൈവത്തെ നന്ദിയോടെ സ്മരിക്കുന്നു. 1. തെരഞ്ഞെടുപ്പ്. 28/3/2026 വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട പിയോ മത്തയച്ചൻ്റെ അധ്യക്ഷതയിൽ പ്രാർത്ഥനയുടെ യോഗം ആരംഭിച്ചു. പാട്ട്, ബൈബിൾ വായന എന്നിവയ്ക്ക് ശേഷം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഭാരവാഹികൾ: വൈസ് പ്രസിഡന്റ് ശ്രീമതി ശാലിനി ബിനോയ്, സെക്രട്ടറി ശ്രീമതി മിനി അച്ചങ്കുഞ്ഞ്, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി എലിസബത്ത് സുജിത്, ട്രഷറർ ശ്രീമതി അന്നമ്മ സ്കറിയ. ഭാരവാഹികൾ 11/4/2025 മുതൽ ചുമതലയേറ്റ് പ്രവർത്തനം ആരംഭിച്ചു. 2. പ്രവർത്തനങ്ങൾ. സാധാരണ എല്ലാ 2 വെള്ളിയാഴ്ചയും 4 വെള്ളിയാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സമാജ യോഗങ്ങൾ നടത്തിവരുന്നു. പ്രാർത്ഥനയോടെ യോഗം ആരംഭിക്കുന്നു. തുടർന്ന് പാട്ട്, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പഴയ നിയമം, പുതിയ നിയമം, സങ്കീർത്തനങ്ങൾ എന്നിവ വായിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദൈവവചനത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട വികാരിയച്ചൻ ആത്മീയ ക്ലാസുകൾ നൽകുകയും ദിവസേന വായിക്കുന്ന ബൈബിൾ ഭാഗങ്ങളെക്കുറിച്ച് ആശയവികലനം നടത്തുകയും ചെയ്യുന്നു. കൂടാതെ ദശാംശം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്ലാസുകൾ സംഘടിപ്പിച്ചു. 3. കാരുണ്യ പ്രവർത്തനങ്ങൾ. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം സമാജത്തിന് വിവിധ വ്യക്തികൾ നൽകിയ സംഭാവനകളിലൂടെ മൊത്തം ഒമാനി റിയാൽ 345 സമാഹരിക്കാൻ കഴിഞ്ഞു. സമാഹരിച്ച തുകയിൽ നിന്നും രക്താർബുദ രോഗി ഉൾപ്പെടെ അർഹരായ വ്യക്തികൾക്ക് സഹായം നൽകാൻ സാധിച്ചു. അതുപോലെ ഭദ്രാസനത്തിൻ്റെ കാരുണ്യനിധിയിലേക്കും സമാജത്തിന് തുക അയക്കാൻ സാധിച്ചു. സംഭാവന നൽകിയ എല്ലാ സുമനസ്സുകൾക്കും നന്ദി. 4. ഇടവക പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം. ഇടവക പെരുന്നാളിലും ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ദേവാലയം, കസേരകൾ, വിളക്കുകൾ എന്നിവ ശുചീകരിക്കുന്ന ജോലിയിൽ സമാജാംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. കൂടാതെ ഇടവകയുടെ ക്രിസ്മസ് കരോൾ പ്രോഗ്രാമിൽ കരോൾ സോങ് പാടുന്നതിന് അംഗങ്ങൾ ഉത്സാഹത്തോടെ പങ്കാളികളായി. ഏവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങുപെരുന്നാളിനോടനുബന്ധിച്ച് പായസം തയ്യാറാക്കുന്നതിനുള്ള മുഴുവൻ ചുമതലയും സമാജം ഏറ്റെടുത്തു. ഏകദേശം ഒമാനി റിയാൽ 150 ചെലവഴിച്ചതും സന്തോഷത്തോടെ രേഖപ്പെടുത്തുന്നു. അതിനവസരം ഒരുക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവും ദുഃഖവെള്ളിയാഴ്ച കഞ്ഞിക്കുള്ള കടുമാങ്ങ തയ്യാറാക്കുന്നതിന് സമാജങ്ങൾ ഏറ്റെടുത്ത സേവനം പ്രത്യേക ശ്രദ്ധേയമാണ്. അതുപോലെ പള്ളിയിലെ വിവിധ സമയങ്ങളിലെ ഭക്ഷണമൊരുക്കലുകളിൽ സമാജത്തിൻ്റെ സജീവ സഹകരണം ഉണ്ടായിരുന്നു. സമാജത്തിലെ ഏവരെയും അഭിനന്ദിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. 5. പ്രത്യേക പ്രവർത്തനങ്ങൾ. പള്ളിക്കകത്തുള്ള പരിശുദ്ധ സ്നേഹ സഹതായുടെ ചിത്രത്തിനെയും പരിശുദ്ധ പരിമള തിരുമേനിയുടെ തിരുശേഷിപ്പിൻ്റെയും സമീപത്ത് വെച്ചിരിക്കുന്ന പൂക്കടങ്ങളിലെ പൂക്കളും മെഴുകുതിരികൾ ശേഖരിക്കാനുള്ള ബാസ്ക്കറ്റുകളും സമാജത്തിൻ്റെ സംഭാവനയാണ്. അസുഖബാധിതരായ സഭാംഗങ്ങളുടെ വീടുകൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതും ദുഃഖിതരായ കുടുംബങ്ങളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കാൻ സാധിച്ചതും സമാജത്തിൻ്റെ ആത്മീയ സേവനത്തിൻ്റെ ഭാഗമായി എടുത്തു പറയുന്നു. കൂടാതെ രോഗികൾക്കായി പ്രത്യേക ഉപവാസ പ്രാർത്ഥന സമാജാംഗങ്ങൾ ദേവാലയത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ഏവർക്കും ആശ്വാസവും സൗഖ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 6. നേട്ടങ്ങൾ. സമാജാംഗങ്ങൾക്കായി എല്ലാ വർഷവും കേന്ദ്രതലത്തിൽ പരീക്ഷകൾ സംഘടിപ്പിച്ചു വരുന്നു. ഈ വർഷം സമാജത്തിലെ 3 അംഗങ്ങൾ പങ്കെടുത്ത് മികച്ച വിജയം നേടി. അവർക്ക് 3 പേർക്ക് സമാജത്തിൻ്റെ പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ആത്മീയ, സാമൂഹിക, കാരുണ്യ മേഖലകളിൽ സലാല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയിലെ മർത്തമറിയം വനിതാ സമാജം നാൾക്കുനാൾ പുരോഗമിക്കുന്നതിന് കാരണം ദൈവത്തിൻ്റെ അളവറ്റ കൃപ മാത്രമാണ്. അതോടൊപ്പം എല്ലാ അംഗങ്ങളുടെയും സഹായ സഹകരണങ്ങളുമാണ്. ദൈവത്തെ സ്തുതിക്കുന്നു, എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇനി നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സമാജത്തെ പ്രാപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് ഇടവക സമക്ഷം സമർപ്പിക്കുന്നു. മർത്തമറിയം വനിതാ സമ്മാനത്തിനു വേണ്ടി മിനി അച്ചൻകുഞ്ഞ്. ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ വിനോദവും വിജ്ഞാനവും കൂടെ ചേരുമ്പോഴാണ് എല്ലാം കംപ്ലീറ്റ് ആകുന്നത്, അല്ലേ? അപ്പം നമുക്ക് ഒരല്പം വിജ്ഞാനവും കൂടെ ആവശ്യമുണ്ട്. സോ അതിനായിട്ട് ഞങ്ങളൊരു ചെറിയൊരു ക്വിസ് പ്രോഗ്രാം, ഒരൊറ്റ ക്വസ്റ്റ്യനേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ 2 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ആൻസർ എഴുതി കാണിക്കണം. ഞങ്ങൾ 10 പേരെ ആവശ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇന്ന് അത് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു സമ്മാനവും കൊണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് കടന്നു പോകാം. ഓക്കെ, റെഡി? 10 പേര് ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് തന്നെ. ആദ്യത്തെ കാൻഡിഡേറ്റിന് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഞങ്ങളുടെ വികാരിയാണ്. ഓടി വരൂ. ടീച്ചേഴ്സ്, പേപ്പർ ഉണ്ടോ എന്ന് കൊടുക്കും അച്ഛന്. നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് ആൾക്കാർ, പേപ്പറുമായി വരുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ തന്നെ വന്ന് നിങ്ങളെ സഹായിച്ചോളും. ഓക്കെ, റെഡി? ബൈബിൾ ക്വിസാണ്, ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ പേര് ഓർമ്മയുണ്ടോ? അത് മാത്രമാണ് ബെസ്റ്റ് ക്ലൂ. ഉണ്ട് എങ്കിൽ കൊടുക്കും. മനോജിനൊരു പേപ്പർ എടുക്ക. മനോജിന്റെ കയ്യിലൊരു പേപ്പർ എടുക്ക. 8 പേരെ കിട്ടിയോ? മതി, 8 പേരായിരുന്നാലും മതി, കുഴപ്പമില്ല. ഇനഫ്. ഞങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. നിങ്ങൾക്കുള്ള റൂൾ ഇതാണ്. നിങ്ങൾക്കുള്ള റൂള് മിനി അച്ചൻകുഞ്ഞ് വായിക്കുന്നതായിരിക്കും. 4 നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. മത്സര നിയമങ്ങൾ. ഫസ്റ്റ്, സമയപരിധി കൃത്യം 2 മിനിറ്റ്. 2, സ്റ്റാർട്ട് സിഗ്നൽ ലഭിക്കുമ്പോൾ എഴുതി തുടങ്ങണം. സമയം അവസാനിച്ച ശേഷം എഴുതുന്ന ഉത്തരങ്ങൾ പരിഗണിക്കുന്നതല്ല. 3, മറ്റ് സഹായങ്ങൾ പാടില്ല. ബൈബിൾ, മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിക്കാനോ മറ്റുള്ളവരോട് ചോദിക്കാനോ പാടില്ല. 4, നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ശരിയായ ഉത്തരങ്ങൾ എഴുതുന്ന ആളെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. റെഡിയാണോ? സമയപരിധി 2 മിനിറ്റ്. ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ബൈബിളിലെ 10 സ്ത്രീ രത്നങ്ങളുടെ പേരുകൾ നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിടുക. ബൈബിളിലെ 10 സ്ത്രീകളുടെ പേര് എഴുതി തുടങ്ങിക്കോളൂ. ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരാളിനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. ഇനി എത്ര സെക്കൻഡ് ഉണ്ട്? 1 മിനിറ്റ് 10 സെക്കൻഡ് ആണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 കഴിഞ്ഞു. Thank you very much. Thank you very much for the participants. Actively participated. Give a big round of applause, please. ഇതാണ് എന്താ പറയുക, വീറും വാശിയും കൂടിയതായ മത്സരം എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രൈസ് ശ്വേത റോഷൻ. പ്ലീസ് കം. സെക്കൻഡ് പ്രൈസിനായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ആരെന്ന് സെലക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളത് ലോട്ടിലോട്ട് പോവുകയാണ്. സോ ഇപ്പോൾ ഈ കൊച്ചുമോള് ലോട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, Give a big round of applause, please. വിജയ് ഇപ്പോൾ കിട്ടുന്നതായിരിക്കും. ജോസി, പ്ലീസ് കം. ജോസി, മിസ്സസ് ജോസി, give a big round of applause. Congratulations. So എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. Thank you, fathers, please.